ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേൻ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പഥേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് വളരെ ഒരു വേദനാജനകമായ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം നടന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രഭുപാദ സ്വാമികൾ, AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്, അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകാചാര്യൻ. പ്രഭുപാദാണ് ഈ പ്രസ്ഥാനത്തിനെ സ്ഥാപിച്ചത്. ഇന്ന് ലോകമെമ്പാടും നൂറുകണക്കിൽ ക്ഷേത്രങ്ങളും ലക്ഷക്കണക്കിൽ ഭക്തജനങ്ങളും ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവനും അനേകം ക്ഷേത്രങ്ങളും ലക്ഷക്കണക്കിൽ ഭക്തജനങ്ങളും പിന്നെ ജൈവ ഫാമുകളും ഇങ്ങനെയായിട്ട് പടർന്ന് പന്തളിച്ചിരിക്കുകയാണ്. പ്രഭുപാദർ 1977 സമാധിയായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായ സന്യാസിവര്യന്മാരാണ് ഇതിനെ ശിരസാവഹിച്ച് ലോകം മുഴുവനും കൊണ്ട് നടത്തിയത്. പ്രധാനികളായ കുറച്ച് സന്യാസി ശിഷ്യഗണങ്ങളുണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു സന്യാസി ഗോപാലകൃഷ്ണ മഹാരാജ്, അദ്ദേഹത്തിൻ്റെ പേര്, ഇന്ന് അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിന് 75 വയസ്സായി. തൻ്റെ 23ാമത്തെ 24ാമത്തെ വയസ്സിലാണ് ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹം വന്നത്. ഒരു യുവ വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ വന്നു. പിന്നെ സന്യാസം സ്വീകരിച്ചു. അദ്ദേഹം ഒരു 30-40 ക്ഷേത്രങ്ങൾ അദ്ദേഹം പണിതു. എളുപ്പമല്ല. വലിയ ക്ഷേത്രങ്ങൾ പണിയുക, അതെല്ലാം നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ 30-40 ക്ഷേത്രങ്ങൾ പണിയുകയും പ്രഭുപാദരുടെ പുസ്തകങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, ഈ പുസ്തകങ്ങൾ ലോകത്തിൽ പല ഭാഷകളിൽ തർജിമ ചെയ്യാനും അത് പ്രസിദ്ധീകരിക്കാനും അതിനെ കോടിക്കണക്കിൽ പ്രതികൾ വിതരണം ചെയ്ത് ആൾക്കാരെ ഭക്തരാക്കുക, ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഒരു ജീവിതമാണ് ആ സന്യാസി വര്യൻ നയിച്ചത്. ഒരു സന്യാസി എന്ന് പറയുമ്പോൾ കർമ്മണ മനസാ വാച, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരാളാണ് ഒരു സന്യാസി. അപ്പോൾ
ഒരു സന്യാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കർമ്മണ മനസാ വാച സർവാവസ്ഥാസു സർവത, കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും എല്ലാ അവസ്ഥയിലും ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളും ഭക്തരാ. പക്ഷെ നമുക്ക് ഭക്തരാണെങ്കിലും നമുക്ക് ചിലർക്ക് പണത്തിനോട് താല്പര്യം കാണും. ഭക്തിയും ഉണ്ടാകും, പണത്തിനോടും താല്പര്യം കാണും. ചിലപ്പോൾ ഭക്തിയും ഉണ്ടാകും, എന്നാൽ അതിൻ്റെ കൂടെ സ്ഥാനമാനങ്ങളിൽ താല്പര്യം കാണും. ചിലപ്പോൾ ഭക്തി ഉണ്ടാകും, എന്നാൽ എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, എന്നെ പ്രശംസിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ അംഗീകരിക്കണം, അങ്ങനത്തെ ചിന്തകളൊക്കെ വരും. അതായത് നമ്മളൊക്കെ മിശ്ര ഭക്തരാണ്, എന്നാൽ അതിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എങ്ങനെ അർജുനൻ ഭഗവാന്റെ ഭക്തനാ, പക്ഷെ കൂട്ടത്തിൽ രാജ്യം തിരിച്ചു കിട്ടണം എന്നൊരു കുട്ടി ആഗ്രഹവും ഉണ്ടായിരുന്നു. സന്യാസിമാരങ്ങനെയല്ല. എല്ലാം ഭഗവാന്റെ ഹിതത്തിനു വേണ്ടി ത്യാഗം ചെയ്ത് എനിക്ക് എന്ന് ഒരു വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ജീവിതം മുഴുവനും നയിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമുക്ക് ശരണാഗതിയിൽ എന്തെങ്കിലും ഒരു പിടിത്തം ഉണ്ടാകും. ചിലപ്പം നമുക്ക് മക്കളായിരിക്കും നമ്മുടെ ബലഹീനം. മക്കളടുത്ത് വലിയ അറ്റാച്ച്മെൻറ്റ് കാണും. ചിലർക്ക് മക്കളടുത്ത് ഉണ്ടാവില്ല, ചെറുമക്കളടുത്ത് വലിയ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ചിലർക്ക് മക്കളടുത്തും അറ്റാച്ച്മെൻറ്റ് കാണില്ല, ചെറുമക്കളടുത്തും അറ്റാച്ച്മെൻറ്റ് കാണില്ല. വീട്ടിൽ വളർത്തുന്ന പട്ടിയെടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. സമ്പത്തിനോട്. ഇങ്ങനെ ഭക്തിയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കാണും. മുഴുവൻ പിടിത്തവും വിട്ടിട്ടുള്ള ഒരു ശരണാഗതി കലികാലത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. യുധിഷ്ഠിര മഹാരാജാവിന് തൻ്റെ നഷ്ടപ്പെട്ട ചീത്ത പേര് എങ്ങനെയെങ്കിലും കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായി. ഭീമനും ഭക്തനാ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ദുശാസനനെ കൊല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അർജുനനും ഭക്തനാ, പക്ഷേ കർണനെ ഒന്ന് തോൽപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശുദ്ധഭക്തിയല്ല. ഇത്തരം നാരദ മഹർഷി ഇവരൊക്കെ ശുദ്ധഭക്തരാണ്. നാരദ മഹർഷിക്ക് എന്താ ജീവിത ലക്ഷ്യം? കൃഷ്ണൻ്റെ നാമം പ്രചരിപ്പിക്കുക. എവിടെ പോയാലും, കംസനെ കാണാൻ പോയാലും, രാവണനെ കാണാൻ പോയാലും, ഹിരണ്യകശിപുവിനെ കാണാൻ പോയാലും ഒരു ഭയവും ഇല്ലാതെ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കും. അപ്പോൾ പ്രഭുപാദ് സ്വാമികൾ അങ്ങനെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെ യാതൊരു അജണ്ടയും ഇല്ല. ഈ ഭൂമിയിൽ ജനങ്ങൾ ഭഗവാനെ മറന്ന് കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും അവർക്ക് ഭഗവാന്റെ നാമം കൊടുക്കണം. കാരണം നാമമല്ലാതെ ഈ ഭൂമിയിലിരുന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല എന്ന് പൂർണ്ണ ബോധമുണ്ടായിരുന്നു പ്രഭുപാദർക്ക്. പ്രഭുപാദർ 1977 സമാധിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ആ ദൗത്യം ഏറ്റെടുത്തു. ആ സന്യാസാശ്രമം ഏറ്റെടുത്തിട്ട് അവരും നാട് മുഴുവനും നടന്ന് പ്രചരിപ്പിച്ചു. അവരെയൊക്കെ നമ്മളെ കൺമുമ്പേ കണ്ടിരിക്കുക. തനിക്ക് എന്ന് പറഞ്ഞിട്ട്, എനിക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും മാറ്റി വച്ചിട്ടില്ല. ഇപ്പം ഇന്ന് സമാധിയായ സന്യാസി വര്യൻ ഗോപാലകൃഷ്ണ മഹാരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് ഭക്തജനങ്ങൾ പറയാറുണ്ട് അദ്ദേഹത്തിന് 50 വർഷത്തെ സന്യാസ ജീവിതം, 1ഉം 2ഉം അല്ല, 50 വർഷം തികഞ്ഞ സന്യാസ ജീവിതം. പക്ഷേ വളരെ അപൂർവം വല്ലാതെ പനിയൊക്കെ വന്നാൽ മാത്രമേ
അദ്ദേഹം രാവിലെ നിർമാല്യം തൊഴാൻ വരാതെ ഇരിക്കുള്ളൂ. 4:30 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അദ്ദേഹം രാവിലെ നിർമാല്യത്തിനായിരിക്കും. ചിലപ്പോൾ തലേന്ന് രാത്രി ഉറങ്ങാതെ പല ദൂര യാത്രയൊക്കെ ഉണ്ടായി കാണും. പല പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് 12 മണി, 1 മണി, 2 മണിയൊക്കെ വന്നാലും ഒരു ദിവസം പോലും മുടങ്ങാതെ 4:30-ക്ക് നിർമാല്യം, അതിനെ മംഗളാരതി എന്നാ പറയുക, ആ മംഗളാരതി തൊഴാൻ അവിടെ ഉണ്ടായിരിക്കും. നമ്മളും ജപിക്കാറൊക്കെ ഉണ്ട്. ഒരു ദിവസം 4 മണിക്ക് എണീറ്റ് ജപത്തോട് ജപം, അടുത്ത ദിവസം 10 മണിക്ക് ജപം, പിന്നെ ഒരാഴ്ച ജപം ഇല്ല, പിന്നെ ഒരാഴ്ച രാത്രി ഇരുന്ന് ജപം. നമ്മുടെ ഭക്തിയിൽ ഒരു സാധന കുറവുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഭാരതീയനാണ്. എന്നിരുന്നിട്ടും അദ്ദേഹം വിദേശ ഭാഷകൾ, ഇപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം കാണാം. സൗണ്ട് ബ്രേക്കായോ? എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ സന്യാസി വര്യൻ്റെ ചിത്രം കാണാം, ഗോപാലകൃഷ്ണ മഹാരാജ്. അപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കൂ, കൃഷ്ണാവബോധം ലോകത്ത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാഷകളല്ലാതെ റഷ്യൻ ഭാഷ, ജർമ്മനി, ഇത്തരം ഭാഷകളൊക്കെ പഠിച്ചിട്ട് ആ രാജ്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അനുഭവത്തിൽ അദ്ദേഹം ജർമ്മനിയിൽ പോയ സമയത്ത് കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറ് ജർമ്മനി എന്ന് മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവിടെ ഇപ്പുറത്തും അപ്പുറത്തൊന്നും പോകാൻ പറ്റില്ല, വെടിവെച്ച് കൊല്ലും. ആ അവസ്ഥയിൽ അവിടെയൊക്കെ ചെന്നിട്ട് ഭഗവാന്റെ നാമം പ്രചരിപ്പിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു നാരദ മഹർഷിയുടെ ദൗത്യമാണ്. സന്യാസി വര്യന്മാർക്ക് അങ്ങനെ ഒരു ശാപമുണ്ട്. നാരദ മഹർഷി എന്താ ചെയ്തെന്ന് വെച്ചാൽ, ദക്ഷരാജാവിന് 10,000 കുട്ടികളുണ്ടായി. ദക്ഷ പ്രജാപതി എന്നാ പേര്. ഈ പ്രജാപതി എന്ന് പറഞ്ഞാൽ വലിയ സേവനം ചെയ്യുന്നവരാ. ബ്രഹ്മാവ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുണ്ടായി, ഗ്രഹ സംവിധാനങ്ങളുണ്ടായി, 24 ഖണികങ്ങൾ, അഗ്നി, ഭൂമി, ജലം, വായു, ആകാശം, ഇതെല്ലാം ഉണ്ടായി. ഇനി ഈ ഗ്രഹങ്ങളുടെ ഇടയ്ക്ക് ആൾക്കാരെ കൊണ്ട് നിറയ്ക്കണം, ജനങ്ങൾ വേണമല്ലോ. ആ ഒരു സേവനമാണ് പ്രജാപതി എന്ന് പറയുക. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, സന്താനങ്ങളെ കൊണ്ടുവന്ന് ഈ ഗ്രഹങ്ങളിൽ നിറയ്ക്കുക. അപ്പം ദക്ഷൻ അതുപോലെ ഒരു പ്രജാപതിയായിരുന്നു. അത്ര വലിയ ഉയർന്ന സേവനമാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനാ ദക്ഷൻ, പ്രജാപതി, ദക്ഷ പ്രജാപതി. ആദ്യം 10,000 ആൺകുട്ടികളെ ഉണ്ടാക്കി ദക്ഷൻ. നാരദ മഹർഷി നേരെ അവിടെ ചെന്നിട്ട്, നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ അപൂർവം ലഭിക്കുന്ന ഒന്നാണ്. പൂന്താനം പാടിയിട്ടുണ്ട്, നമ്മൾ അനേകം ജന്മം പക്ഷികളായി ജനിച്ചു, അനേകം ജന്മം മൃഗങ്ങളായി ജനിച്ചു, അനേകം ജന്മം മരങ്ങളായി നിന്നു, അനേകം ജന്മം കൃമികീടങ്ങളായി എഴഞ്ഞു. ഇപ്പോഴാണ് നമുക്കൊരു മനുഷ്യജീവിതം കിട്ടിയിരിക്കുന്നത്. കാരണം ഈ സമയത്തും ദൈവത്തിനെ ജപിച്ചില്ലെങ്കിൽ വീണ്ടും ഇതേ പൊന്ന് കേരളത്തിൽ ജനിക്കേണ്ടി വരും. ഇപ്പം തന്നെ ചൂട് സഹിക്കാൻ വയ്യ. അതായത് കേരളത്തിൽ ചരിത്രത്തിൽ അനുഭവപ്പെടാത്ത ചൂടാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കത് പല കാരണം പറയാം. ഓസോൺ ലെയറിൽ വിള്ളലുണ്ടായി, O2+B2+A2, അതുകൊണ്ടാണ് ചൂടായത്, ഇങ്ങനെയൊക്കെ നമുക്ക് വിശദീകരണം കൊടുക്കാം. പക്ഷേ പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഗോഹത്യ, ഗോമാംസം, പശുക്കളെ കൊല്ലുന്നത് അധികമായി കൊണ്ടേയിരിക്കുമ്പോൾ, നിയന്ത്രണമില്ലാതെ ഇത് സംഭവിച്ച് കൂടിക്കൂടി മൃഗങ്ങൾ, ജന്തുജീവജാലങ്ങളെ കൊല്ലുന്നത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും.
മഴയാണെങ്കിൽ ഒടുക്കത്ത മഴ, വെള്ളപ്പൊക്കം പോലെ. ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇങ്ങനെ പ്രകൃതിയും അതനുസരിച്ച് ഇത് ചെയ്യും. അപ്പോൾ നാരദ മഹർഷി ദക്ഷൻ്റെ കുട്ടികളെ കണ്ടിട്ട് പറഞ്ഞു, എന്തിനാ ഈ കർമ്മബന്ധനത്തിൽ നിങ്ങളെല്ലാവരും കുടുങ്ങുന്നത്? ഓരോ ദിവസവും നമ്മൾ അറിയാതെ എന്തുമാത്രം കർമ്മമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഇപ്പോൾ അറിയാതെ എത്രയോ കൊതുവിനെ, ഉറുമ്പിനെ, ഈച്ചകളെ കൊല്ലുന്ന എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട്. വീട്ടിനകത്ത് ഒരു പാറ്റ കയറി വന്നാൽ ആ പാറ്റയെ മരുന്നടിച്ച് കൊല്ലുന്നുണ്ട്. ഒരു എലി വീട്ടിനകത്ത് വന്നാൽ എൻ്റെ വീടിനെ വൃത്തികേടാക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ആ എലിയെ കൊല്ലുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ ഭൂമി വാങ്ങിച്ച് വീട് വെക്കുന്നതിന് മുമ്പേ എത്രയോ തലമുറകളായിട്ട് ആ എലി ആ ഭൂമിയിൽ താമസിക്കുക. അപ്പോൾ ആ വീട് നമുക്ക് സ്വന്തം അല്ല എലിക്ക് സ്വന്തം? ആലോചിച്ച് നോക്കൂ. നമ്മൾ പോയി പ്രമാണം ചെയ്ത് ഭൂമി വാങ്ങിച്ച് വീട് പണിയുന്ന മുമ്പേ ആ ഭൂമിയിൽ കാലങ്ങളായി എലിയും പാറ്റയും താമസിക്കാം. അപ്പോൾ ആ എലി വിചാരിക്കും, ഇതാരടാ ശത്രുവെന്ന് വീട് വെച്ചിരിക്കുന്ന? എലി വിചാരിക്കും. എലി നമ്മളെ ശത്രുവെന്ന് വിചാരിക്കും, നമ്മൾ എലിയെ ശത്രുവെന്ന് വിചാരിക്കും. ചുരുക്കത്തിൽ ആരാ ശത്രുവെന്ന് ആർക്കും അറിയില്ല. ഈ ലോകം അങ്ങനെയാ. ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞും അറിയാതെയും അനേകം കർമ്മഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. വെറുതെ കർമ്മം ചെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാർത്ഥത കൊണ്ടും സ്വന്തം ഇഷ്ടാനുഷ്ഠാനങ്ങൾ കൊണ്ടും. അപ്പോൾ നാരദ മഹർഷി ദക്ഷൻ്റെ മക്കളെടുത്ത് പറഞ്ഞു, ഇതൊക്കെ വേണോ? എന്തിനാ കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങുന്നത് എന്ന് പറഞ്ഞ് ആ 10,000 കുട്ടികളെയും സന്യാസിയാക്കി അങ്ങ് വിളിച്ചുകൊണ്ട് പോയി. വീണ്ടും ദക്ഷൻ അടുത്ത 10,000 പുത്രന്മാരെ ഉണ്ടാക്കി. നാരദ മഹർഷി രണ്ടാമതും വന്ന ആ 10,000 എണ്ണത്തിനെ വിളിച്ചുകൊണ്ട് പോയി. ദക്ഷന് ദേഷ്യം വന്നിട്ട് നാരദനെ ശപിച്ചു. നിനക്ക് സ്വന്തമായിട്ട് ഒരു വീടും ഇല്ലാതെ പോട്ടെ എന്ന് ശപിച്ചു. ഇങ്ങനത്തെയൊക്കെ ശാപം ഒരു സന്യാസിയെ എങ്ങനെ ബാധിക്കും? ഒരിക്കലും ബാധിക്കില്ല. ദക്ഷൻ്റെ ശാപം, ഒരു സ്ഥലത്ത് നിനക്ക് നിൽക്കാൻ പറ്റാണ്ട പോട്ടെ, നിനക്കെന്ന് പറഞ്ഞ് ഒരു വീടില്ലാതെ പോട്ടെ എന്നൊക്കെ ശപിച്ചു. ആ ശാപം നാരദ മഹർഷി ഏറ്റെടുത്തിട്ട് സുന്ദരമായി പുരാണങ്ങൾ പറയുന്നു, 3 ദിവസത്തിന് കൂടുതൽ നാരദ മഹർഷി ഒരു സ്ഥലത്ത് നിൽക്കത്തേയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകും, അവിടെ ഒരു പ്രചരണം നടത്തും, ആൾക്കാർക്ക് ഭഗവാന്റെ നാമം പഠിപ്പിച്ചു കൊടുക്കും, ഉടനെ നാരദ മഹർഷി അടുത്ത സ്ഥലത്ത് പോകും. 3 ദിവസത്തിന് കൂടുതൽ നിൽക്കുകയില്ല. സന്യാസിമാർ, അതിലും പ്രത്യേകിച്ച് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്ന സന്യാസിമാരെല്ലാം ആ ദൗത്യം ഏറ്റെടുത്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഗോപാലകൃഷ്ണ മഹാരാജിനെ കുറിച്ച് പറഞ്ഞത്, ഇവർ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. ഓരോ നാട്ടിലും ചെന്ന്, ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീടാന്തരം വിദ്യാഭ്യാസ ഭക്തരെയൊക്കെ കണ്ട് ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം ഈ ഒരു ദൗത്യം ചെയ്യാനാണ് ഇന്ന് ഭൂമിയിൽ ആളില്ലാത്തത്. ഡോക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളെ വെച്ച് അവർ പരീക്ഷിക്കുന്നുമുണ്ട്. അധ്യാപകരിഷ്ടം പോലെ ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, കച്ചവടക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ 100% ദൈവത്തിനെ സേവിക്കുന്നവർ ഇന്ന് കാലത്ത് കുറവാണ്. കാരണം അവർ കർമ്മം കത്തിക്കുക. ഇപ്പം ഞാൻ വന്നിട്ട് ഒരാൾക്ക് കൃഷ്ണാവബോധം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ എൻ്റെ വാക്കിനെ വിശ്വസിച്ച് നാമജപമൊക്കെ തുടങ്ങുമ്പോൾ അയാളുടെ കർമ്മം കുറച്ച് ഞാൻ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ പാപകർമ്മത്തിനെ ഞാൻ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലം നമ്മളിലുണ്ടാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ആൾക്കാർക്ക് ചെന്ന് പ്രചരിപ്പിച്ചിട്ട്, നീ ഇനി തൊട്ട് മത്സ്യമാംസാദികൾ കഴിക്കല്ലേ, ലഹരി ഉപയോഗിക്കല്ലേ, പാപകർമ്മങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവരെ വൃത്തിയാക്കുമ്പോൾ അല്പം പാപകർമ്മം നമ്മളെയും ബാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വീട്, ആ വീട് 20 കൊല്ലമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല. നമ്മളൊരു ദിവസം ആ വീട് വൃത്തിയാക്കാൻ അകത്ത് കയറുമ്പോൾ ആ പൊടി നമ്മളുടെ മീതെ വീഴുമല്ലോ, ഇല്ലേ? മൂക്കിൽ കയറും, കണ്ണിൽ കയറും, ചെവിയിൽ കയറും,
അപ്പോൾ 2 ദിവസം പനി പിടിച്ച് നമ്മൾ കിടക്കും, സ്വാഭാവികം. അതേപോലെ പ്രത്യേകിച്ചും മത്സ്യമാംസാദികൾ കഴിക്കുക, അതിലും പശുക്കളെ കൊന്ന് കഴിക്കുക. പശുവിനെ കൊന്ന് കഴിക്കുന്നത് ഒരു ബ്രഹ്മഹത്യാ പാപമാണ്. പാപങ്ങളിൽ വെച്ച് ഉയർന്ന പാപമാണ് ബ്രാഹ്മണനെ കൊല്ലുക, അമ്മയെ കൊല്ലുക, ഗുരുവിനെ കൊല്ലുക, പശുവിനെ കൊല്ലുക. ഇതെല്ലാം ബ്രഹ്മഹത്യാ പാപം, ഏറ്റവും ഉയർന്ന പാപം. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തെല്ലാം നമ്മൾ ചെന്നിട്ട് നാമജപം ചെയ്യൂ, ഭഗവാനെ പൂജിക്കൂ എന്നൊക്കെ പറയുമ്പോൾ 20-25 കൊല്ലമായി അഴുക്ക് പിടിച്ച ഒരു വീടിനെ വൃത്തിയാക്കുന്ന പോലെയാണ്. അപ്പോൾ കുറച്ച് പാപം നമ്മളെ ബാധിക്കും. ഇത്തരം സന്യാസിവര്യന്മാർ അറിഞ്ഞ പാപം എടുക്കുകയാണ്. നമ്മളാരും അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. ഇവർ അറിഞ്ഞ പാപം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് അവരെന്ത് ചെയ്യും? നാട് മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കും. പ്രഭുപാദരുടെ ജീവിതത്തിൽ ഒരു സുന്ദരമായ ഒരു അനുഭവം ഉണ്ടായി. വേദങ്ങളനുസരിച്ച് വിവാഹമോചനം അനുവദിച്ചിട്ടില്ല വേദം. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു പാപമാണ്. വേദത്തിൽ ശാസ്ത്രം ഇത് അനുവദിക്കുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ വഴക്കാണ്, എന്നും എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ വഴക്കിടാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എത്ര വഴക്കായാലും സ്നേഹമായാലും അമ്മയും മകനും അത് തന്നെ, അത് മാറ്റാൻ പറ്റില്ല. അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, സഹോദരൻ സഹോദരിയെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, പുത്രനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കവേ പത്നിയെ മാത്രം എങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും? വേദങ്ങൾ അത് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഭക്തൻ വിവാഹം കഴിഞ്ഞ ആൾ വീട്ടിൽ അടിയോടടി, എന്നും അടിയാണ്. ആ ഭക്തൻ വന്ന് പ്രഭുപാദരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ദിവസം അടിയാണ്, ഞാനൊന്ന് ഡിവോഴ്സ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് പ്രഭുപാദർ മൗനം പാലിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ആലോചിച്ചിട്ട് പ്രഭുപാദർ പറഞ്ഞു, ശരി, നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തന്മാർക്കെല്ലാം വലിയ ഷോക്കായി. ഇതെന്താ പ്രഭുപാദർ ഇങ്ങനെ പറഞ്ഞത്? ശാസ്ത്രങ്ങൾ ഇത് പാടില്ലെന്നല്ലേ പറയുന്നത്? എന്നിട്ടും പ്രഭുപാദർ എന്തിനാ അനുവദിച്ചത്? ഇപ്പോൾ ഒരാൾക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കുറേ പേര് ചെയ്യും. അപ്പോൾ ശിഷ്യന്മാർക്ക് ആകെ ആശങ്കയായി, കൺഫ്യൂഷനായി. അവർ ഓടിച്ചെന്ന് പ്രഭുപാദരുടെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തത്? അപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും, അവൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക. ഇപ്പം ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും അവൻ ചെയ്യും. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് അവൻ ചെയ്താൽ അവൻ 2 വലിയ പാപമാണ് ചെയ്യുന്നത്. എന്താണ്? ഒന്ന്, ഡിവോഴ്സ് ചെയ്യുന്നു. രണ്ടാമത്തത്, ഗുരുവിൻ്റെ വാക്കിനെ ലംഘിച്ചു. ഗുരുവിൻ്റെ വാക്കിനെ ലംഘിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാപമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ചെയ്യും. അതുകൊണ്ട് അവന് ഞാൻ അനുവാദം കൊടുത്ത് ആ പാപം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. കാരണം ശാസ്ത്രവിരുദ്ധമായി ഉപദേശം കൊടുത്ത പാപം ഇപ്പം ആരെ ചേരും? ഗുരുവിനെ ചേരും. ശിഷ്യൻ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഗുരു അനുവദിച്ചാണ് ശിഷ്യൻ ചെയ്തത്. കർമ്മഫലം, കർമ്മങ്ങളെ കത്തിക്കുക എന്ന് പറയുന്നത് സാധാരണ വിഷയമല്ല. അപ്പോൾ ഒരു ഗുരുവിൽ നമ്മൾ മന്ത്രദീക്ഷ എടുക്കുമ്പോൾ ആ ഗുരു നമ്മുടെ പാവങ്ങൾ, നമ്മൾ എന്തെല്ലാം പാപമാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ വിചാരിക്കുക ആരും അറിയുന്നില്ലെന്ന്. നമ്മളിൽ പലരും മത്സ്യമാംസാദികൾ കഴിച്ചവരാണ്. കള്ളം പറയും, ആൾക്കാരെ പറ്റിക്കും, വാക്കുകൾ കൊണ്ട് ആരെങ്കിലൊക്കെ വേദനിപ്പിക്കും. ആ കർമ്മമെല്ലാം ഗുരുവിനെ ബാധിക്കും. ഇപ്പോൾ സന്യാസി വര്യന്മാർ, അതായത് ഒരു ബ്രാഹ്മണൻ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രാഹ്മണർ ഗായത്രി ജപിക്കണം. എന്താ പറയുക? ഓം ഭൂർഭുവ സ്വഹ. ത്രിലോകങ്ങളിലുള്ള ആൾക്കാർക്കും വേണ്ടി അദ്ദേഹം ആ മന്ത്രം ചൊല്ലും, തനിക്ക് വേണ്ടി മാത്രമല്ല. ഒരു ബ്രാഹ്മണൻ, ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കാണുന്നു, ക്ഷേത്രത്തിൽ മേൽശാന്തി അകത്ത് ഗുരുവായൂരപ്പനെ പൂജിക്കുന്നു. മേൽശാന്തി ഗുരുവായൂരപ്പനെ പൂജിക്കുന്നത് മേൽശാന്തിയുടെ വീട്ടിന് വേണ്ടി മാത്രമല്ല, അത്ര വിശ്വാസികൾക്കും ഭക്തർക്കും വേണ്ടി, നമുക്കും വേണ്ടി അദ്ദേഹം പൂജിക്കുന്നത്.
അല്ലേ? അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ നാട്ടിൻ്റെ പ്രധാനമന്ത്രി ഒരു നിയമം നടപ്പിലാക്കിയാൽ, ഒരു നിയമം കൊണ്ടുവന്നാൽ അത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വേണ്ടിയാണോ അല്ല മുഴുവൻ നാട്ടുകാർക്കും വേണ്ടിയാണോ? ഒരു നന്മ വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിന് വേണ്ടിയല്ല, മുഴുവൻ രാജ്യക്കാർക്കും വേണ്ടിയാണ്. അതുപോലെ ഒരു ബ്രാഹ്മണൻ ശ്രീകോവിലിൽ അകത്ത് ഭഗവാനെ പൂജിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല. ഓം ഭൂർഭുവ സ്വഹ, ത്രിലോകങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ സന്യാസിമാർ ഒരു നാട്ടിൽ കുറഞ്ഞത് 5-10% സന്യാസിമാരെങ്കിലും വേണം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പണ്ട് നമ്മുടെ എല്ലാവരുടെ കുടുംബത്തിലും ആരെങ്കിലും പൂർവികർ സന്യാസം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെന്ന് മുത്തശ്ശന്മാരെടുത്തോ മുത്തശ്ശിയെടുത്തോ പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറയാം, അതെ അതെ അതെ, നമ്മുടെ ബന്ധുവിൽ 2 പേര് സന്യാസിയാണ്, നമ്മുടെ മറ്റേ മാമിയുടെ വകയിൽ ഒരാൾ സന്യാസം എടുത്തിട്ടുണ്ട്. പണ്ട് എല്ലാ കുടുംബത്തിലും ആരെങ്കിലൊക്കെ ഉണ്ടാകും. സന്യാസം അവരെന്തിനാണ് എടുക്കുന്നത്? അവർക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ തലമുറകൾക്കും വേണ്ടിയാണ്. ഇതാ പൊന്നമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നു, എൻ്റെ അമ്മയുടെ അച്ഛൻ സന്യാസിയായിരുന്നു. പലരും ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കുടുംബ പ്രാരാബ്ദം കഴിയുമ്പോൾ സന്യാസം എടുത്തു പോകും. സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ചന്ദനക്കട്ടയെ പോലെയാണ്. ഈ ചന്ദനക്കട്ട ഒരഞ്ഞ് 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 അത് ഇല്ല, മാഞ്ഞു പോകും, പക്ഷെ ലോകത്തിന് സുഗന്ധം തരും. അപ്പോൾ ഈ ആത്മീകത നമുക്ക് വേണ്ടി മാത്രമല്ല. പ്രഹ്ലാദൻ നരസിംഹമൂർത്തി എടുത്ത് ചെന്നപ്പോൾ ദേഷ്യമെല്ലാം മാറി നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ തൂക്കി മടിയിൽ വെച്ചു. മടിയിൽ വെച്ചിട്ട്, പ്രഹ്ലാദ നിനക്ക് എന്ത് വരമാ വേണ്ടത് എന്ന് ചോദിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, നരസിംഹ ഭഗവാനെ, എൻ്റെ അച്ഛനൊരു രാക്ഷസന, അസുരന, ബുദ്ധിയില്ല, എല്ലാം അറിയാവുന്ന വിചാരം, പക്ഷെ ബുദ്ധിയില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛനെ ക്ഷമിച്ച് മോക്ഷപ്രാപ്തി തരണം എന്ന് ചോദിച്ചു. ഉടനെ നരസിംഹമൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഹ്ലാദ, നീ ഇത് ചോദിക്കേണ്ട കാര്യമേയില്ല. ഒരു പരമ്പരയിൽ ഒരു വ്യക്തി നാമജപം ചെയ്ത് ശുദ്ധഭക്തനായി കഴിഞ്ഞാൽ 3 തലമുറ മുന്നോട്ടും പുറകോട്ടും ഉള്ളവർക്കൊക്കെ മോക്ഷം കിട്ടും. ശരി പ്രഹ്ലാദ, നീ ചോദിച്ചത് കൊണ്ട് ആ 3നെ ഞാൻ 7 മാറ്റിത്തരാം. 7 ജന്മമാക്കി. ഇപ്പം നമ്മളെല്ലാം നാമം ചൊല്ലുന്നത്, ഇപ്പം ഈ സത്സംഗത്തിൽ ഏകദേശം 10, 400, 320 പേരുണ്ട്. നമ്മൾ ഓരോരുത്തരും ജപിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ മക്കൾ, ചെറുമക്കൾ, നമ്മുടെ പൂർവികർ, നമ്മുടെ പിതൃക്കൾ. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇത്ര പുണ്യം കിട്ടുമ്പോൾ ഒരു സന്യാസിയുടെ ജീവിതം എന്തായിരിക്കും? സന്യാസി എന്ന് പറഞ്ഞാൽ പണത്തിനെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ സുഖത്തിനെക്കുറിച്ചോ ചിന്തയില്ല. ശങ്കരാചാര്യ സ്വാമികളുടെ കാലത്ത് സന്യാസം എടുക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, അവർ ഈ പിണ്ടം വെച്ച് കർമ്മം ചെയ്തിട്ടാണ് പോവുക. എന്ന് വെച്ചാൽ ഭൗതികമായി മരിച്ചു കഴിഞ്ഞു എന്നാണ്. ഒരു സന്യാസി, ഇപ്പം നമ്മൾ ആരെങ്കിലും പൂർവികർ അച്ഛനോ മുത്തശ്ശനോ ആരെങ്കിലും മരിച്ചാൽ 16 ദിവസം കഴിഞ്ഞ് നമ്മളൊരു നദിയിലോ സമുദ്രതീരത്തോ ചെന്ന് കുളിച്ച് എള്ള് കൊണ്ട് ഉണ്ടകൾ, എള്ളൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത് അത് വെള്ളത്തിലൊഴുക്കി പിണ്ടദാനം ചെയ്യും. ആ ആത്മാവിന് ഈ ലോകത്ത് ഒരു ബന്ധവും വേണ്ട, പാപവും തീർത്ത് പുണ്യവും തീർത്ത് പോയിക്കോട്ടെ, ഇനി കഷ്ടപ്പെടണ്ട എന്നാണ് ഈ പിണ്ടം വയ്ക്കുന്നത്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ മാർഗത്തിൽ, പ്രസ്ഥാനത്തിൽ, ഞാനിപ്പോൾ ഒരു വ്യക്തി സന്യാസി എടുക്കണമെങ്കിൽ എനിക്ക് ഞാൻ പിണ്ടം വയ്ക്കും. എന്ന് വെച്ചാൽ ഭൗതികമായി ഞാൻ മരിച്ചു കഴിഞ്ഞു, എനിക്കെൻ്റെ കുടുംബത്തിനോട് യാതൊരു ബന്ധമില്ല, പണത്തിനോട് ബന്ധമില്ല, സ്ത്രീകളോട് ബന്ധമില്ല, ശരീരം കൊണ്ടും ഇല്ല, മനസ്സുകൊണ്ടും ഇല്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിരുന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ സന്യാസിമാർ ഭൂമിയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ.
പക്ഷെ അത്തരം സന്യാസിമാരുടെ സംഖ്യ ഇന്ന് കുറഞ്ഞ് വിരലിൽ എണ്ണാവുന്ന ഒരു 10-25 എണ്ണമൊക്കെ കാണുള്ളൂ. മുഴുവൻ ഭൂമിയിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാർഗത്തിലും പല സമ്പ്രദായങ്ങളുണ്ട്, പല പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് എണ്ണിയാൽ പോലും യോഗ്യരായ സന്യാസിവര്യന്മാർ എത്ര പേരുണ്ടാകും? 100-ന്റെ താഴെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഭൂമിയുടെ ജനസംഖ്യ എത്രയാ? 700 കോടി. അതിൽ 150 കോടി ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇനിയൊരു 150 കോടി ചൈനയിലും ഉണ്ട്. 700 കോടി ജനസംഖ്യയിൽ 100 സന്യാസിമാർ പോലും ഇല്ല. എങ്ങനെയാ ഉദ്ധരിക്കുക? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സന്യാസ ജീവിതം, അപ്പം അങ്ങനെ ജീവിച്ച ആളാ ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ്. ഇന്ന് സമാധിയായി അദ്ദേഹം. 50 വർഷം കുടുംബമില്ല, പത്നിയില്ല, കുഞ്ഞുങ്ങളില്ല, ഭൗതിക യാതൊരു ഇതുമില്ല. അങ്ങനെ നാടായി ചുറ്റി ആൾക്കാർക്ക് മന്ത്രം പറഞ്ഞു കൊടുത്ത്, ഭഗവാന്റെ പറഞ്ഞു കൊടുത്ത്, ആൾക്കാരെ സസ്യബുക്കാക്കിയൊക്കെ മാറ്റി അവർക്ക് ശിഷ്യത്വം കൊടുത്ത്, അവരെ കൊണ്ട് അനേകം രാധാകൃഷ്ണ ക്ഷേത്രങ്ങൾ പണിയിച്ച് അതിലവരെ കൊണ്ട് സേവനങ്ങൾ ചെയ്ത് ഈ ഭഗവത്ഗീത ഭാഗവതം എന്ന പുസ്തകം പല ഭാഷകളിൽ, ഭാരതത്തിൽ തന്നെ അനേകം ഭാഷകൾ, വിദേശത്ത് പല ഭാഷകളിൽ അച്ചടിച്ച് അതിനെ പ്രസിദ്ധീകരിച്ച് അങ്ങനെ ഒരു ജീവിതമാണ്. ഇതെല്ലാം ഒരു നമ്മുടെ ഭാഗ്യം ഇവരെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചത്. രാമാനുജാചാര്യ, ശങ്കരാചാര്യ, മധ്വാചാര്യ, പരമാചാര്യന്മാരെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആത്മീക ജീവിതം എന്ന് പറയുന്നത് അമൂല്യമായ ഒന്നാണ്. ഒരിക്കലത് നഷ്ടപ്പെടുത്തരുത്. എന്ത് ജീവിതത്തിൽ പ്രയാസം വന്നാലും നാമജപം മുടക്കരുത്, സത്സംഗം മുടക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കലും ഒരു ഗുരുദേവൻ ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഗംഗാതീരത്താണ് താമസിക്കുന്ന ആ ശിഷ്യൻ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഗംഗയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്, എൻ്റെ വീടൊക്കെ 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഒഴുകിപ്പോയി. അപ്പോൾ എനിക്ക് ഒരു സാധനം രക്ഷിക്കണമെങ്കിൽ ഞാൻ ഏത് സാധനം രക്ഷിക്കണം എന്ന് ചോദിച്ചു. ഉടനെ ആ സന്യാസി ഗുരു പറഞ്ഞു, ഒരു ഭാഗവത പുസ്തകമെങ്കിലും നീ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അതാണ് ജീവിതത്തിൽ വലുത്. ബാക്കിയെല്ലാം കർമ്മഫലം അനുസരിച്ച് കിട്ടും. സമ്പത്ത്, സുഖങ്ങൾ, കുടുംബം എല്ലാം കർമ്മഫലം അനുസരിച്ച് കിട്ടും. നമ്മൾ നേടി ഉണ്ടാക്കേണ്ടത് ഭക്തി മാത്രം. അതുകൊണ്ട് കിട്ടിയ നാമജപത്തിനെ കാത്തു സൂക്ഷിക്കുക, നല്ലോണം ജപിക്കുക, ജീവിതം ധന്യമാക്കുക. മാത്രമല്ല ഈ 10-ാം തീയതി അക്ഷയതൃതീയ എല്ലാവർക്കും അറിയാം. അക്ഷയതൃതീയ സാധാരണ ദിവസമല്ല. ബ്രഹ്മാവ് ഈ പ്രപഞ്ചം സൃഷ്ടി തുടങ്ങിയ ദിവസമാണ് അക്ഷയതൃതീയ. അക്ഷയതൃതീയ ദിവസമാണ് ബ്രഹ്മാവ് ഈ പ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ അക്ഷയതൃതീയ ദിവസം ഏത് നല്ല കാര്യം ചെയ്താലും പുണ്യം കിട്ടും. നല്ല കാര്യങ്ങൾ ചെയ്യുക. അന്ന് മുതൽ 21 ദിവസം ഭഗവാൻ, അതായത് ഇപ്പം നമുക്കറിയാമല്ലോ വല്ലാത്ത ചൂടാണ്. അപ്പം അന്ന് കാലത്തെ ആചാര്യന്മാരെന്ത് ചെയ്യും? ഭഗവാന് ചന്ദനക്കാപ്പ്, ചന്ദനലേപനം പുരട്ടും 21 ദിവസം. ഏത് ക്ഷേത്രത്തിൽ പോയാലും, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ, എവിടെ പോയാലും ഈ 21 ദിവസം ഭഗവാന് മുഴുക്കാപ്പ, ചന്ദനം പുരട്ടുക. അപ്പോൾ ഭഗവാൻ ഒന്ന് ശരീരം തണുക്കും. കാരണം ഭഗവാനെ നമ്മൾ വിഗ്രഹമായല്ല കാണുന്നത്. ചിലരൊക്കെ വിചാരിക്കും ഭഗവാൻ എന്താ ചൂട്, ഭഗവാൻ എന്താ തണുപ്പ്. ഒരു നിരീശ്വരവാദി ഭയങ്കര ബുദ്ധിയായിട്ടൊരു ബുദ്ധിപൂർവ്വം ഒരു ചോദ്യം ചോദിച്ചു. അമ്പലത്തിൽ തൻ്റെ കണ്ണിൻ്റെ മുമ്പേ ഉള്ള കാണിക്കവഞ്ചി ഒരുത്തൻ കള്ളം എടുത്തുകൊണ്ട് പോയപ്പോൾ അത് രക്ഷിക്കാൻ പറ്റാത്ത ദൈവമാണോ ലോകത്തിലുള്ളവരെയൊക്കെ രക്ഷിക്കുന്നത്? ഭയങ്കര ബുദ്ധിയായ അയാൾക്ക് ചോദ്യം. ഭഗവാന് ഉറക്കമില്ല, ഭഗവാന് പകലില്ല, ഭഗവാന് രാത്രിയില്ല, ഭഗവാന് ചൂടില്ല, ഭഗവാന് തണുപ്പില്ല. ശരിയാ. പക്ഷേ ഭഗവാൻ വിഗ്രഹമായി വരുമ്പോൾ ഒരു കുഞ്ഞായിട്ടാണ് വരുന്നത്.
ഭഗവാൻ വിഗ്രഹത്തിനകത്ത് വന്ന് കുടികൊള്ളുന്നത് ഭഗവാന് വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്കാണ്. ഇല്ലേ? ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ചെന്നാൽ വിഗ്രഹത്തിനകത്ത് ഗുരുവായൂരപ്പൻ ആർക്ക് വേണ്ടിയായിരിക്കുന്നത്? ഭഗവാന് സമയം പോകാത്ത കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്? അല്ല, ഭക്തർ വരും, അവർ പ്രാർത്ഥിക്കും, അവർ സേവനം ചെയ്യും, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിഗ്രഹമായിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞായിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഉറക്കണം, ഉണർത്തണം, ദീപാരാധന ചെയ്യണം, അഭിഷേകം ചെയ്യണം, നൈവേദ്യം ചെയ്യണം, ചൂടുകാലത്ത് തണുപ്പിക്കണം, തണുപ്പ് കാലത്ത് ചൂടാക്കണം. ഇതെല്ലാം നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ സേവനം ചെയ്യണം. അപ്പോൾ 10-ാം തീയതി അക്ഷയ തൃതീയ, അത് കഴിഞ്ഞ് 21 ദിവസം ചന്ദനയാത്ര. ഭഗവാൻ കുളിർമയിലുള്ള സമയമാണ്. ഈ 21 ദിവസം നന്നായിട്ട് നാമജപം ചെയ്യുക, ഭാഗവതം വായിക്കുക, വലിയ പുണ്യം. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ പരിസരത്തോ എവിടെയെങ്കിലൊക്കെ കൃഷ്ണക്ഷേത്രങ്ങൾ ഉണ്ടാവും, നരസിംഹ ക്ഷേത്രങ്ങളുണ്ടാകും, ക്ഷേത്രങ്ങളുണ്ടാകും, നാരായണ ക്ഷേത്രങ്ങളുണ്ടാകും. പരിസരത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ചന്ദനം അരച്ചു കൊടുക്കുക. അതൊരു സേവനം. 1 മണിക്കൂർ, അരമണിക്കൂർ നമ്മൾ ചെന്നിട്ട് ചന്ദനം, ഗുരുവായൂരിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചന്ദനം ഇങ്ങനെ ഇരുന്ന് മുഴുവൻ ദിവസം ഒരു ഉരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉരച്ചു കൊടുക്കുക. അത് തിരുമേനിയെടുത്ത് ഭഗവാന് ചാർത്താൻ പറയുക. വലിയ ഒരു സേവനമാണ്. ഹരേ കൃഷ്ണ. വളരെ നന്ദി.